ഒരു മാനസിക പ്രശ്നം ഇല്ല എന്നതുകൊണ്ട് നമുക്ക് നല്ല മാനസികാരോഗ്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നല്ല മാനസികാരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ചില ശീലങ്ങളുണ്ട്. ഡാനിയൽ സീഗൽ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റും ഡേവിഡ് റോക്ക് എന്ന് പറയുന്ന ഒരു ന്യൂറോ ലീഡർഷിപ്പ് എക്സ്പേർട്ടും കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് ദ ഹെൽത്തി മൈൻഡ് പ്ലാറ്റർ. നമ്മുടെ തലച്ചോറ് ഏറ്റവും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യേണ്ടതിനും മികച്ച മാനസികാരോഗ്യത്തിനും അനിവാര്യമായിട്ടുള്ള 7 ശീലങ്ങളെക്കുറിച്ചാണ് ഈ തിയറിയിൽ വിവരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബാലൻസ്ഡ് ഡയറ്റ് പോലെ നമ്മുടെ മനസ്സിന് ആവശ്യമായ 7 മെൻ്റൽ ന്യൂട്രിയൻസ്. ന്യൂറോ സയൻസും സൈക്കോളജിയും മൈൻഡ്ഫുൾനെസ്സും ഒക്കെ കമ്പൈൻ ചെയ്ത് റിസർച്ച് ബേസ്ഡ് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള 7 ഹാബിറ്റ്സ് ആണ് ഈ തിയറിയിലുള്ളത്. ആ 7 ഹാബിറ്റ്സ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് എലിസബത്ത്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ നമ്മളുടെ ഹീൽ ആൻഡ് ത്രൈവ് വർക്ക്ഷോപ്പ് ഞാൻ എല്ലാ മാസവും നടത്തുന്ന ഒരു വർക്ക്ഷോപ്പാണ്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വർക്ക്ഷോപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻസ് ആവശ്യമാണെങ്കിൽ തെറപ്പി എന്ന മെസ്സേജ് അയച്ചാൽ മതി ആ സെയിം നമ്പറിൽ. ആദ്യത്തെ മെൻ്റൽ ന്യൂട്രിയൻറ്റ് ഫോക്കസ് ടൈം. മറ്റൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ കുറച്ച് സമയം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ഫോക്കസ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പം നമ്മളുടെ ഒരു ഗോളിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഒരു പുസ്തകം വായിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാവാം, പഠിക്കുന്നതാവാം. ഫോർ എക്സാമ്പിൾ എഡിറ്റിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത്. ഏത് കാര്യമാണെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ നിശ്ചിത സമയം ഇന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിനെയാണ് ഫോക്കസ് ടൈം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് മുതലായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നല്ല സന്തോഷം തരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ മെൻ്റൽ ന്യൂട്രിയൻറ്റ് പ്ലേ ടൈം. പ്ലേ ടൈം എന്നത് കുട്ടികൾക്ക് മാത്രമുള്ള കാര്യമാണെന്നാണ് പലരുടെ ഒരു വലിയ മിഥ്യാധാരണ. പക്ഷെ അങ്ങനെയല്ല. എത്ര മുതിർന്നവരായാലും നമുക്ക് പ്ലേ ടൈം, അല്ലെങ്കിൽ നമ്മൾ വളരെ സന്തോഷിക്കുന്ന, നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുന്ന സമയം അത്യാവശ്യമാണ് എന്നാണ് ഒട്ടനവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതിപ്പം ഡാൻസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നതാവാം, എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യുന്നതാവാം, നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇൻസ്റ്റ റീല് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാവാം. എന്ത് തന്നെ ആയാലും നമുക്ക് ഫൺ എലമെൻ്റ് ഉള്ള, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മളെല്ലാവരും തന്നെ ചെയ്തിരിക്കണം. നമ്മളുടെ ഇന്നർ ചൈൽഡിനെ വളരെ ആക്റ്റീവായിട്ട് സന്തോഷത്തോടെ നിർത്താനും നമ്മുടെ ട്രോമ ഹീലിങ്ങിനും നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ളൊരു ലൈഫ് ലിവ് ചെയ്യേണ്ടതിനും ഈ പ്ലേ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ മെൻ്റൽ ന്യൂട്രിയൻറ്റ് കണക്റ്റിംഗ് ടൈം. ഈ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞു വരുന്ന ഒരു ഹാബിറ്റാണ് കണക്റ്റിംഗ് ടൈം എന്നുള്ളത്. മിയർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് അല്ല, വളരെ റിയൽ ആയിട്ടുള്ള ഒത്തൻറ്റിക് കണക്ഷൻസ് ആണ് നമ്മുടെ മാനസികാരോഗ്യത്തിന് ആവശ്യം. അതായത് നമ്മളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ ഇൻറ്റൻഷനലി സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിക്കുന്നതാവാം, അതല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറുമായിട്ട് കുറച്ച് സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം, ഒരു നേച്ചർ വാക്ക് പോകുന്നതാവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാവാം. പക്ഷേ അത് നമ്മുടെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നതായിരിക്കണം. നമ്മളിപ്പോൾ ഒരാളെ നോക്കി ചിരിക്കുമ്പം, അല്ലെങ്കിൽ ഹഗ് ചെയ്യുമ്പം, നല്ല മീനിങ് ഫുൾ കോൺവെർസേഷൻസിൽ ഏർപ്പെടുമ്പം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലച്ചോറിൽ ബോണ്ടിങ് ഹോർമോണായ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യപ്പെടും. നല്ല എമ്പത്തി ഉണ്ടാവാൻ, നല്ലൊരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ, അതുപോലെ തന്നെ ആരോഗ്യപരമായ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഈ ഒരു ഹാബിറ്റ് വളരെ അത്യാവശ്യമാണ്. നാലാമത്തെ മെൻ്റൽ ന്യൂട്രിയൻറ്റ് ഫിസിക്കൽ ടൈം. വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് എത്ര നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യായാമം നമ്മുടെ മനസ്സിനും. ഡിപ്രഷൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്
വ്യായാമത്തെ കണക്കാക്കുന്നത്. അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പം ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള വേദന സംഹാരിയായ എൻഡോർഫിൻസ് റിലീസ് ചെയ്യപ്പെടും, സ്ട്രെസ്സ് കുറയ്ക്കും, നമുക്ക് നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടാവും, അതുപോലെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു 20 മിനിറ്റ്സ് വാക്ക് പോകുന്നതാവാം, അതല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ട് എന്തെങ്കിലും സ്ട്രെച്ചസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാൻസ് വീഡിയോ കണ്ട് ഡാൻസ് ചെയ്യുന്നതാവാം. ജസ്റ്റ് മേക്ക് ഇറ്റ് എ പോയിന്റ് ടു മൂവ് യുവർ ബോഡി എവറി ഡേ. 5ാമത്തെ മെൻ്റൽ ന്യൂട്രിയൻറ്റ് ടൈം ഇൻ. നമ്മളോട് തന്നെ നമ്മൾ കൂടുതൽ കണക്റ്റ് ആവുന്നത്, നല്ല മൈൻഡ്ഫുൾ ആവുന്നത്, നമ്മളെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാകുന്നത്, ഇതിനെയൊക്കെയാണ് ടൈം ഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ലിവ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കണമെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായേ തീരൂ. നമ്മളോട് തന്നെ കണക്റ്റ് ആവാൻ നമ്മൾ ഇൻറ്റൻഷനലി സമയം കണ്ടെത്തണം. അതിപ്പം ജേർണലിങ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതാവാം, ഫോക്കസ്ഡ് ബ്രീതിങ് ചെയ്യുന്നതാവാം, മെഡിറ്റേഷൻ ചെയ്യുന്നതാവാം. നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കും. നമുക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 6ാമത്തെ മെൻ്റൽ ന്യൂട്രിയൻറ്റ് ഡൗൺ ടൈം. വെറുതെ ഒന്നും ചെയ്യാതെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഡൗൺ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എംബ്രേസിങ് നത്തിങ്നെസ്, അല്ലെങ്കിൽ എംബ്രേസിങ് ബോൾഡം എന്നൊക്കെ പറയുന്നത്. വെറുതെ നമ്മൾ വിൻഡോയിൽ ചുമ്മാ കുറേ നേരം നോക്കിയിരിക്കുന്നത്, നമ്മൾ സിറ്റ് ഔട്ടിൽ നമ്മൾ വെറുതെ ചുമ്മാ കുറേ നേരം ഇരിക്കുന്നത്, വെറുതെ കിടക്കുന്നത്, നമ്മുടെ മനസ്സിനെ വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് അലഞ്ഞു തിരിയാൻ വിടുന്നത്, ഇതൊക്കെയാണ് ഡൗൺ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ സമയത്താണ് നമുക്ക് ഒരുപാട് നല്ല ബെസ്റ്റ് ഐഡിയാസ് വരുന്നതെന്നാണ് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് അന്നേരം വരുന്ന ഐഡിയാസ് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റണം. കാരണം ചിലപ്പോൾ നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഐഡിയാസ് ചിലപ്പോൾ അപ്പം വരും. സോ നമ്മുടെ മനസ്സിനെ വെറുതെ ചുമ്മാ ആലോചിക്കാൻ വിടുന്ന, നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുന്ന, തോട്ട്സിനെ വരാനും പോകാനും ഒക്കെ അനുവദിക്കുന്ന ഒരു ടൈം, ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ടൈം നമുക്ക് എല്ലാവർക്കും വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മളുടെ മാനസിക ക്ഷീണം ഉണ്ടെങ്കിൽ അതകറ്റും. അതുപോലെ തന്നെ ഒരു ഗിൽറ്റും ഇല്ലാതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കും. 7ാമത്തെ മെൻ്റൽ ന്യൂട്രിയൻറ്റ് സ്ലീപ്പിംഗ് ടൈം. നമ്മൾ എന്തൊക്കെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, ഹാബിറ്റ്സ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ ബാക്കിയെല്ലാം വൃഥാവായി പോകും. മുതിർന്നവരായിട്ടുള്ളവർ 7 മുതൽ 9 മണിക്കൂർ വരെ നിർബന്ധമായിട്ടും എന്നും ഉറങ്ങിയിരിക്കണം. ഈ സമയത്താണ് നമ്മളുടെ തലച്ചോറിൽ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത്. ഗ്ലിംഫാറ്റിക് സിസ്റ്റം നമ്മളത്തെ തലച്ചോറിലെ മെറ്റബോളിക് വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറ് ഒരു ഒപ്റ്റിമലായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കൂടിയേ തീരൂ. മെമ്മറി കൺസോളിഡേഷന്, നല്ല എനർജി മൂഡും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഉറക്കം കിട്ടണം. നമുക്കൊരു ബെഡ് ടൈം റുട്ടീൻ സെറ്റ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് രാത്രി കിടക്കുന്നതിനും രാവിലെ എഴുന്നേൽക്കുന്നതിനും ഏകദേശം ഒരു സമയം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ സ്ക്രീനൊക്കെ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും അഫർമേഷൻസ് വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് നല്ല ഉറക്കം കിട്ടാനും നല്ലൊരു സ്ലീപ്പ് സ്കെഡ്യൂൾ ഉണ്ടാക്കുന്നതിനും സഹായിക്കും. ഞാൻ സ്ലീപ്പ് ഒരു മെഡിറ്റേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കോ അങ്ങനെ ഒരു സ്ലീപ്പ് ഒന്ന് സെറ്റാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഈ മെഡിറ്റേഷൻ കേട്ടുകൊണ്ട് ഉറങ്ങാവുന്നതാണ്. സോ നമ്മളുടെ 7 ശീലങ്ങൾ നമ്മളുടെ മാനസികാരോഗ്യത്തിനും നമ്മളുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള 7 ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 7 ഹാബിറ്റ്സും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. എല്ലാത്തിനും കുറേ സമയമൊന്നും വേർതിരിക്കണമെന്നല്ല, പക്ഷെ കുറച്ച് സമയമെങ്കിലും ഈ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മളുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിപ്പം ഡെയിലി ബേസിസിൽ നടത്തുന്നില്ലെങ്കിൽ
വീക്ക്ലി ആണെങ്കിലും ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈഫാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ വളരെ മീനിങ് ആയിട്ട് പർപ്പസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹീൽ ആൻഡ് ത്രൈവ് വർക്ക്ഷോപ്പ് ഈ മാസം മെയിൽ വരുന്നത് 31-നാണ്, അടുത്ത മാസം. സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. So I'll see you in another video. Till then, take care of yourself. Bye.